ഈ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു, ഓർഗൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കണ്ടീഷൻസ്, അതായത് പുവർ കൺട്രോളാണ് ഷുഗറിൽ വന്നിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓർഗൻസിനൊക്കെ ആയിരിക്കും കൂടുതൽ അഫക്റ്റ് വരുന്നത്. അതായത് നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഷുഗർ ഉള്ളവർക്ക് കൂടുതലായിട്ട് വരാം. കാരണം ഷുഗർ, ബാക്ടീരിയ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ വളരാനൊരു സാഹചര്യം നമ്മുടെ യൂറിനിലുണ്ടാവും. കാരണം ഷുഗർ കൂടുതലുള്ള ആൾക്കാർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് വരുന്ന ആൾക്കാരിൽ, അതായത് ഷുഗർ നമുക്ക് വന്നു കഴിഞ്ഞാൽ പോലും, ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, നമുക്ക് ഡയബറ്റിക് വന്നു കഴിഞ്ഞ് ഇൻസുലിൻ എടുക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും, ആഹാരത്തിൽ അവർ നിയന്ത്രണം മാക്സിമം, അതായത് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കൂടിയിരിക്കുന്നു എന്നറിയുമ്പോഴത്തേക്കും അവർ ചെയ്യുന്ന കുറേ പ്രവൃത്തികളുടെ ഭാഗമായിട്ടാണ് മിക്കവാറും നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് വരിക. അപ്പോഴത്തേക്കും അവരുടെ ഇൻസുലിൻ നല്ല ലെവലിലുള്ള ഇൻസുലിൻ എടുക്കുന്നുണ്ടാവും, അതുപോലെ ഗുളിക കഴിക്കുന്നുണ്ടാവും, പെട്ടെന്ന് അപ്പാവും ഷുഗർ, അതുപോലെ ഡൗൺ ആവും, കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥ സാധാരണഗതിയിൽ ഡയബറ്റിക്കിൻ്റെ നമുക്ക് വാതിക പ്രമേഹം എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിൽ വരുന്ന ഇതിൽ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ വന്നാൽ പോലും നമുക്ക് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വരുമ്പോൾ, മീൻസ് അലോപ്പതി മെഡിസിൻസ് നമ്മൾ അങ്ങനെ കയറി സ്റ്റോപ്പ് ചെയ്യാറില്ല, അവരുടെ മെഡിസിൻസ് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിനോടൊപ്പം തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വരുമ്പോൾ അവർക്കത് കുറച്ചുകൂടെ ആ ഓർഗൻസ് വർക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് കാണാറുണ്ട്. സാധാരണ നമുക്ക് ഈ രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺസ് വരുന്ന ഷുഗറുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വസ്തി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ബെറ്ററായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അത്തരം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വരുമ്പോൾ ഇവരുടെ ഇൻസുലിൻ ലെവൽ കുറച്ച് വരാൻ പറ്റുന്നുണ്ട്. കാരണം ഇത്തരം ട്രീറ്റ്മെൻറ്റ് നമ്മൾ IPയിലൊക്കെ ആയിരിക്കും ചെയ്യുക. ഇൻപേഷ്യൻ്റായിട്ട് കിടക്കുന്ന സമയത്ത് ഇവരുടെ ഷുഗർ ലെവൽ റെഗുലർലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവർ കഴിക്കുന്ന മെഡിസിൻസ് അവരുടെ അത് കൊടുക്കുന്നുണ്ടാവും, നമ്മുടെ മെഡിസിൻസും പാരലലി പോകുന്നുണ്ടാവും. അതിനോടൊപ്പം ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ്, ബോഡി ശോധന പ്രക്രിയകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വരുമ്പോൾ ബോഡിയെ കുറച്ചുകൂടെ ആ സ്റ്റേജിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് അവരെ കുറേ സഹായിക്കും. ഷുഗറിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കാറുണ്ട്. അതുപോലെ ഇവർക്ക് വരുന്ന വേറൊരു സംഭവമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് കാലിൽ ഒക്കെ നമുക്ക് അറിയാം, പുകച്ചിൽ പോലെ വരിക, പിന്നെ ഒരു ഊണ്ട് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാണ്ടിരിക്കുക, ഡ്രൈ സ്കിന്ന് വരിക, ഇതെല്ലാം ഡയബറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം നോർമലി കാണുന്ന സംഭവമാണ്. മീൻസ് ഒരു ക്ലോത്ത് തന്നെ കാലിൽ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് പുകച്ചിലാന്ന് പറയും. രാത്രി കിടക്കുവാണെങ്കിൽ അന്ന് കവർ ചെയ്ത് കിടക്കാൻ പറ്റത്തില്ല കാല്, അല്ലെങ്കിൽ ഓപ്പണായിട്ട് ഇടാൻ പറ്റില്ല. ഒരു ഇത് അടിച്ച്, അതായത് ഫാനിൻ്റെ കാറ്റടിച്ചാൽ പോലും അവർക്ക് നന്നായിട്ട് നീറ്റിൽ അനുഭവപ്പെടുന്നൊരു സാഹചര്യം കാണാറുണ്ട്. അതിനെയാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് വെച്ചാൽ. ഈ ഡയബറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ ഇതൊരു സ്ലോ കില്ലിംഗ് ഡിസീസായിട്ടാണ് പറയുന്നത്. അത് ഒറ്റയടിക്കൊരു മനുഷ്യനെ കൊന്നു കളയത്തില്ല, പക്ഷേ പതുക്കെ കുറച്ചായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഡിപ്പെൻഡൻ്റ് ഏരിയയിലാണ് കൂടുതലും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ കാണാറ്. അതിൽ വരുന്നതാണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള സംഗതികൾ. കാലിലേക്ക് സർക്കുലേഷൻ കുറയുക. ഇങ്ങനെ ഈ സർക്കുലേഷൻ കുറയുമ്പോൾ അത് വ്രണം ഉണ്ടാവാനുള്ള, ഇപ്പോൾ ഡയബറ്റിക് അൾസർ പോലുള്ള സാധനങ്ങൾ ഉണ്ടാവാം. ചെറിയ കാര്യങ്ങളൊന്ന് കാലിലൊന്ന് ചെറിയ കല്ലോ മുള്ളോ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ പോലും ഇവർ ഫീൽ ചെയ്യത്തില്ല. ഇപ്പം നമ്മുടെ കാലിലൊക്കെയാണ് ഒരു ചെറിയ കല്ല് കൊണ്ടാൽ നമ്മൾക്കറിയാം ചെറിയ വേദന വരും. പക്ഷേ ഇവർക്ക് അത് അങ്ങനെ വന്ന് ഒരു വ്രണം ഉണ്ടായാലും കുറേ ദിവസത്തേക്ക് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു എന്ന് വരത്തില്ല. എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ അടുത്തിരിക്കുന്ന ഒരാൾ പറയുന്നത് സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരറിയുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ കാല് കറുത്തിരിക്കുന്നു, എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും. കാരണം അവർക്ക് വേദന പോലും അറിയില്ല. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള, ആംബ്യൂട്ട് ചെയ്യാനുള്ള കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ടാവാം. ചില കേസസിൽ ഇത്തരം ഇതിലേക്ക് പോയിട്ട് പിന്നെ സെപ്റ്റിസീമിയ പോലുള്ള കണ്ടീഷൻസിലേക്കൊക്കെ ഇവർ പോവാം. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റിക് രോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാലെപ്പോഴും മുഖത്തിന് തുല്യം നോക്കണമെന്നാണ് പറയുക. എപ്പോഴും മുഖം എത്രത്തോളം നമ്മൾ ഡെയിലി കണ്ണാടിയെല്ലാം നോക്കി ഇതാക്കുന്നോ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് കെയർ ചെയ്യേണ്ട ഒരു ഓർഗനായിട്ടാണ് നമ്മളെപ്പോഴും കാലിനെയും കാണാറ്. നമ്മൾ ശുശ്രുതയിൽ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകൾ, അതായത് ഷുഗർ നല്ലോണം ഈ ഫ്ലക്ച്വേഷൻ ലെവലിലുള്ള ഷുഗർ ലെവൽ ഉള്ള ആൾക്കാരെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്.
ഞാൻ മാക്സിമം ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെയുള്ള കേസ് എന്ന് പറയുന്നത് ഒരു 85-87 ലെവലിലുള്ള പേഷ്യൻസിനെ വരെ ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുള്ള സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 21 days to 30 days ആണ് അവരോട് IP അഡ്മിറ്റ് ആവാൻ പറയുക. അപ്പോൾ അവർ പല അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരായിരിക്കാം. അപ്പോൾ ആ മരുന്നുകളുടെ എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ഇത് റിപ്പോർട്ട്സുകൾ, ഇതെല്ലാം നോക്കി നമ്മുടേതായ രീതിയിൽ ഒരു അനലൈസേഷൻ നമ്മൾ ചെയ്യും. അതിനുശേഷം ബ്ലഡ് ടെസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യുക. ഓരോ പേഷ്യൻറ്റിനും നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ ഓരോ പുതിയ ചാപ്റ്റർ പോലെയാണ്. എന്നുവെച്ചാൽ എക്സാക്റ്റ് ഒരാളിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈ ആളിന് കൊടുത്തതുപോലെ ഇതേ 75 അല്ലെങ്കിൽ 80 വയസ്സുള്ള ഒരാളിന് കൊടുത്തതുപോലെ അതേ രീതിയിലായിരിക്കില്ല ഇന്നൊരാളിന് ട്രീറ്റ്മെൻറ്റ് വരിക. ഓരോരുത്തർക്കും നമ്മൾ കസ്റ്റം മെയ്ഡായിട്ടാണ് നമ്മളെപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. എപ്പോഴും അവർക്ക് വേണ്ടിയിട്ടുള്ള ആയിരിക്കും മെഡിസിൻസും പ്രിപ്പയർ ചെയ്യുക. ചില കേസസ് മാത്രം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടക്കത്തിലൊരു പേഷ്യൻ്റ് വരുമ്പോൾ സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ സെറ്റ് ചെയ്യും അവരുടെ കണ്ടീഷൻ ബേസ് ചെയ്ത്. സെറ്റ് ചെയ്യുവാണെങ്കിൽ ഡെയിലി നമ്മൾ അവരുടെ മോണിറ്ററിങ്ങും മറ്റു കാര്യങ്ങളും ഉള്ളപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് അന്നുള്ള അപ്ഡേഷൻ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസം വരിക. ആ രീതിക്കായിരിക്കും എപ്പോഴും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അവസാനിക്കുക. ഇത്തരം ട്രീറ്റ്മെൻറ്റിൽ സാധാരണ ചെയ്തു വരുന്ന രീതി എന്ന് വെച്ചാൽ വസ്തി പോലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ടാവും, അതുപോലെ ശിരോധാര, തക്രധാര പോലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ടാവും, പിന്നെ ഫുൾ ബോഡി സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ലെവലിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ടാവാം. ഇതെല്ലാം തന്നെ കണ്ടീഷൻ ബേസ്ഡാണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഭയങ്കര വീക്കാണ് എങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും അതുപോലെ ആയിരിക്കും. അതായത് നമുക്ക് ഫുൾ ഫ്ലഡ്ജിലൊരു ആളിന് ചെയ്യുന്ന പോലെ ഒരു 40-45 വയസ്സിലുള്ള ഒരാളിന് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് 75 വയസ്സിലുള്ള ഒരാളിന് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എത്രത്തോളം നമ്മൾ നേരത്തെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു അങ്ങനെയുള്ള അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവും. ഏറ്റവും ഈ ഫ്ലക്ച്വേഷൻ സ്റ്റേജൊക്കെ കൂടുതലും വരുന്നത് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ്. ഇത് മറ്റുള്ളവരിൽ അത്രയും കാണാറില്ല. പക്ഷേ അവരുടെ ഷുഗർ ലെവൽ കൺട്രോൾ ആയിരിക്കില്ല എന്നുള്ളത് മാത്രമായിരിക്കും ഈ പറയുന്ന 40-45 നിൽക്കുന്ന ആൾക്കാരിൽ വരാറ്. ഷുഗറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട അസുഖമാണ്. അതുകൊണ്ട് നിങ്ങൾ ഷുഗർ ആണ് എന്ന് ഓൺസ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണുകയും അവരുടെ നിർദ്ദേശം അനുസരിച്ച്, അത് മോഡേൺ ആവാം, ആയുർവേദമാവാം, ഹോമിയോ ആവാം, ഏത് സിസ്റ്റം ആവാം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന സിസ്റ്റം അനുസരിച്ച് കൃത്യമായ ഒരു അപ്രോച്ചോടുകൂടെ ആയിരിക്കണം നമ്മൾ ഈ അസുഖത്തെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എത്രത്തോളം അതിന് ശ്രമിക്കുന്നോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എത്രത്തോളം നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളൊരു ഡോക്ടറെ സ്വീകരിക്കുന്നത്, അപ്പോൾ ഡോക്ടർ തരുന്ന നിർദ്ദേശം കൃത്യമായി പാലിക്കുകയും, അതുപോലെ മരുന്നുകൾ കഴിക്കാനായിട്ടൊരു ഡോസ് ഒരു ഡോക്ടർ നിശ്ചയിച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ കൃത്യമായ ഡോസ് കഴിക്കണം. അതിൻ്റെ ഇടയിൽ നിങ്ങളുടേതായ ഇൻപുട്ട് അതിനകത്തോട്ട് കൊണ്ടുവരരുത്. ഡോക്ടറുടെ നിർദ്ദേശം ഒരു സാധനത്തിന് നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മളൊരു ജിമ്മിൽ പോവുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ആരോഗ്യം ബെറ്റർ ആക്കണമെങ്കിൽ നമുക്ക് കൃത്യമായി എക്സസൈസ് ചെയ്യണമെന്നുള്ളത്. എക്സസൈസ് എല്ലാവർക്കും തന്നെയും ചെയ്യാൻ പറ്റും, ജിമ്മിൽ പോയും ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായ സമയം നമ്മുടേതായ രീതി അനുസരിച്ച് ഇച്ചിരി ഉഴപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പതുക്കെ കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലെത്തുള്ളൂ. എന്നാൽ നമ്മൾ കൃത്യമായ ഒരു ട്രെയിനറുടെ അണ്ടറിലാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് വളരെ പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാക്കി തരും. അതുപോലെ നമ്മുടെ ആരോഗ്യം നമുക്ക് നിലനിൽക്കണമെങ്കിൽ കൃത്യമായ ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം, ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വൈസ് പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.